Hi students, welcome to Civil Tools PSC. എല്ലാവരും കാത്തിരുന്നത് പോലെ നമ്മുടെ ഈ ഒരു 2025 ഈ ഒരു ഡിസംബർ മാസത്തിൽ നമ്മുടെ കേരള PSC സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കുറച്ച് എക്സാമുകളാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷനോടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾ എല്ലാ PSCയുടെ അപ്ഡേഷനും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻ എന്ന് നോക്കാം. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത് കാറ്റഗറി നമ്പർ 462/2025. ഓക്കെ, കാറ്റഗറി നമ്പർ വരുന്നത് 462/2025. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ, കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. ഗ്രേഡ് വരുന്നത് ഓവർസിയർ ഗ്രേഡ് 1 ആണ്. ഓക്കെ, ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാമാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഗ്രേഡിലുള്ള 2-3 നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഓവർസിയർ ഗ്രേഡ് 1 ആണ്. സാലറി സ്കെയിലൊക്കെ അവർ പറയുന്നുണ്ട് 26,500 മുതൽ 56,700 വരെയാണ്. ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തപ്പോൾ ഉള്ള വേക്കൻസി എന്ന് പറയുന്നത് എത്രയാണ്? 2 വേക്കൻസിയാണ് പറയുന്നത്. ഓക്കെ, മേ ബി നമുക്ക് വേക്കൻസി ഇൻക്രീസ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 1-2 വേക്കൻസി എന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും അപ്ലൈ ചെയ്യാതിരിക്കുകയോ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാതിരിക്കുകയോ ചെയ്യരുത്. ഓക്കെ, ഇപ്പോൾ ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും വേക്കൻസി കുറവാണെങ്കിൽ പലരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ഒരു വേക്കൻസി അല്ലേ ഉള്ളൂ എന്നൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ കരുതരുത്. എത്ര വേക്കൻസി ഉള്ളതായാലും ഇപ്പോൾ ഒരു വേക്കൻസി ഉള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ പോലും നമുക്കത് വേണം എന്നൊരു രീതിയിൽ നമ്മളത് അത്രയും താല്പര്യത്തോടെ നമ്മളത് പ്രിപ്പറേഷൻസ് തുടങ്ങണം, പ്രിപ്പയർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ആ ഒരു സ്കെയിൽ ഓഫ് പേ, അതുപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസി ഒക്കെ പറയുന്നുണ്ട്. ഇതിൽ ഏജ് ലിമിറ്റ് ഒക്കെ പറയുന്നുണ്ട്. ഇതിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത്, ഓക്കെ, ക്വാളിഫിക്കേഷനോട്ട് വന്നു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ 3 ഇയർ കോഴ്സ് സ്റ്റഡി ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഡിപ്ലോമയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. ദെൻ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ഓക്കെ, 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ഡയറക്റ്റ് റിക്കമെൻഡ് ആണ് ഇതൊക്കെ. 19 മുതൽ 36 വയസ്സ് വരെ എന്ന് പറയുന്നത്. പിന്നെ അതിൽ അവരവരുടെ കാസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഒരു റിലാക്സേഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കാറ്റഗറി നമ്പർ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, 462/2025 ആണ്. പിന്നെ നമുക്കിത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/12 ആണ്. അപ്പം ഈ ഒരു മാസം ലാസ്റ്റ് വരെ സമയമുണ്ട്. എന്നാലും നമുക്കറിയാം ക്രിസ്മസ് ഒക്കെ വരെയാണ്. അപ്പോൾ ആ ഒരു ക്രിസ്മസിൻ്റെയൊക്കെ തിരക്കിൽ പെട്ടു പോകാതെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, കാറ്റഗറി നമ്പർ അടുത്ത് നമുക്ക് 60 വരുന്ന നോട്ടിഫിക്കേഷൻ. ഓക്കെ, അടുത്തൊരു നോട്ടിഫിക്കേഷനാണ് 461/2025 ആണ്. ഇതും നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 31/12 ആണ്. അതായത് ഡിസംബർ 31 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓക്കെ വരുന്നത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡാണ്. ഓക്കെ, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലാണ്. ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഓവർസിയർ ഫസ്റ്റ് ഗ്രേഡാണ്. അതുപോലെ സാലറി വരുന്നത് 26,500 മുതൽ 56,700 ആണ്. ഓക്കെ, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ആണിത്. സ്കെയിൽ ഓഫ് പേ പറയുന്നത് 26,500 to 56,700 ആണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അവിടെ ഈ നമ്പർ ഓഫ് വേക്കൻസീസ് പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് അതിൽ പോയിട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താണ് 18 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് പറയുന്നത്. അതിൽ നമുക്ക് നമ്മുടെ അവരവരുടെ കാസ്റ്റിനനുസരിച്ചുള്ള റിലാക്സേഷനൊക്കെ ഉണ്ട്. ദെൻ അതുപോലെ നമുക്ക് ക്വാളിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് SSLC പാസ്സായിരിക്കണം. ഓക്കെ, മസ്റ്റ് ഹാവ് SSLC അല്ലെങ്കിൽ അതിൻ്റെ ഇക്വാലൻസി. ദെൻ മസ്റ്റ് ഹാവ് പാസ്ഡ് എനി ഓഫ് ദ ക്വാളിഫിക്കേഷൻ മെൻഷൻഡ് ബിലോ, പാസ്ഡ് ഇൻ സെക്ഷൻ A and B ഓഫ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് സിവിൽ. ഓക്കെ, നമ്മൾ ഈ രണ്ടാമത്തെ ഇതിൽ പറയുന്നത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, അതായത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് 3 ഇയർ കോഴ്സ് ആയിരുന്നു. ഡിപ്ലോമ ഗവൺമെൻറ് ഓഫ് കേരള അംഗീകരിച്ച നമ്മുടെ 3 ഇയർ ഡിപ്ലോമ കോഴ്സ് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ പാസ് ഇൻ സെക്ഷൻ A and B ഓഫ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ആ ഒരു കോഴ്സ് നിങ്ങളത് പാസ്സായിരിക്കണം. അതാണ് പറയുന്നത് മസ്റ്റ് ഹാവ് പാസ്ഡ് എനി ഓഫ് ദ ക്വാളിഫിക്കേഷൻ മെൻഷൻഡ് ബിലോ. അതായത് നമ്മുടെ ഈ ഒരു പാസ് ഇൻ സെക്ഷൻ എയിൽ, അതായത് ഈ ഒരു ക്വാളിഫിക്കേഷനും
ഒന്നേ ഈ ക്വാളിഫിക്കേഷൻ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ഈ നമുക്ക് ഈ 3 ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യാൻ കഴിയും. ദെൻ അതുപോലെ ഇക്വാലൻസിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതിലത്തൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് കാറ്റഗറി നമ്പർ 455/2025, അതുപോലെ 456/2025 ഓക്കെ. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 31. ഓക്കെ, ഈ ഒരു 4 നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2 നോട്ടിഫിക്കേഷനും എന്താണ് നമുക്ക് ഓവർസിയർ ഗ്രേഡ് 1 ആണ്. ഓക്കെ, അത് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. ദെൻ അതുപോലെ ഇപ്പോൾ പറയുന്ന ഈ ഒരു കാറ്റഗറി നമ്പർ 455/2025, അതുപോലെ 456/2025 ഇവിടെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് ട്രെയിനിങ് ഇൻസ്ട്രക്ടറാണ്. ഓക്കെ, ട്രെയിനിങ് ഇൻസ്ട്രക്ടറാണ്, ഡ്രാഫ്റ്റ്മാൻ സിവിലാണ്. അവിടെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 37,400 to 79,000 വരുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തപ്പോഴുള്ള വേക്കൻസി എന്ന് പറയുന്നത് 3 ഓക്കെ, നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തപ്പോഴുള്ള വേക്കൻസി പറയുന്നത് 3 ഇവിടെ ഇതിൽ ഈ ഒരു 400 കാറ്റഗറി നമ്പർ 455/2025 എന്ന് പറയുന്നത് ബൈ ട്രാൻസ്ഫർ റിക്വയർമെൻറ്റ്, അതായത് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ളവർക്കാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്കുള്ളത് 456 ഓക്കെ, 456/2025 പുതുതായിട്ട് എഴുതുക, അത് ഡയറക്റ്റ് റിക്വയർമെൻ്റ് ആണ്. ഇതിൽ ആ ഒരു ഏജ് ലിമിറ്റ് ഒക്കെ പറയുന്നുണ്ട്. ബൈ ട്രാൻസ്ഫറിനാണെങ്കിൽ എന്താണ് പറയുന്നത്, ഏജ് ലിമിറ്റ് 18 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം എന്നാണ് അതിൽ ആ ഒരു ഏജ് മാത്രമേ പറയുന്നുള്ളൂ. ഡയറക്റ്റ് റിക്വയർമെൻറ്റിൽ അവർ പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. ദെൻ അതിൻ്റെ ക്വാളിഫിക്കേഷനോട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബൈ ട്രാൻസ്ഫർ റിക്വയർമെൻറ്റിനാണെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ റിലേറ്റഡ് ഇൻ ട്രേഡ് ഫ്രം പോളിടെക്നിക് അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള, 3 ഇയർ ഡിപ്ലോമ തന്നെയാണ്. അതുപോലെ 456 ആ ഒരു ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് December 31. അപ്പം നമുക്ക് ഈ ഒരു 3 നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, 3 നോട്ടിഫിക്കേഷൻ ഉണ്ട്. കാറ്റഗറി നമ്പർ 456/2025, അതുപോലെ ഏതാണ് 462/2025. ഓക്കെ, ഞാൻ ഒന്നുകൂടെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ ഒന്നുകൂടെ പറയാം. കാറ്റഗറി നമ്പർ വരുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 456/2025, അതുപോലെ 461/2025, അതുപോലെ 462/2025. ഈ ഒരു 3 നോട്ടിഫിക്കേഷൻ നമുക്ക് പുതിയൊരു കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം, അതായത് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ അവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി 455 ആ ഒരു കാറ്റഗറിയിൽ നമ്പർ വരുന്നത് അത് ബൈ ട്രാൻസ്ഫർ റിക്വയർമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് അവർക്ക് വേണ്ടി മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയത്തുള്ളൂ. ബാക്കി ഈ പറയുന്ന ഞാൻ ഈ സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന 3 നോട്ടിഫിക്കേഷനും നമുക്ക് PSCക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം, ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു ക്രിസ്മസിൻ്റെ തിരക്കിൽ പെട്ടുപോകാതെ കറക്റ്റ് ഡേറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതുപോലെ പഠനം ആരും ബ്രേക്ക് ചെയ്യരുത്, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിക്കുക. ഇത് ഫസ്റ്റ് ഗ്രേഡാണ്, നമുക്ക് നല്ലൊരു ചാൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിലൊക്കെ തന്നെ ട്രൈ ചെയ്യുക.